ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 കൊറിന്തോസ് 9-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധർക്കുള്ള ധനശേഖരണം എന്ന ശീർഷകത്തോടു കൂടിയ ഈ അധ്യായത്തിൽ 15 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ലല്ലോ എന്ന് ശ്ലീഹ പറയുന്നത് എന്തിനെപ്പറ്റിയാണ്? ഉത്തരം: വിശുദ്ധർക്കു വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി. ചോദ്യം 2. എന്ത് എനിക്ക് ബോധ്യമുള്ളതാണ് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: നിങ്ങളുടെ സന്നദ്ധത. ചോദ്യം 3. മക്കെദോനിയക്കാരോട് ശ്ലീഹ പ്രശംസിച്ച് പറഞ്ഞതെന്ത്? ഉത്തരം: അക്കായിയിൽ ഉള്ളവർ കഴിഞ്ഞ വർഷം മുതൽ തയ്യാറായിരിക്കുകയാണെന്ന്. ചോദ്യം 4. എന്തിനാണ് സഹോദരന്മാരെ അയച്ചത് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: നിങ്ങളെക്കുറിച്ചുള്ള പ്രശംസ നിരർത്ഥകമാകാതിരിക്കാൻ വേണ്ടിയാണ്. ചോദ്യം 5. നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയതെന്ത്? ഉത്തരം: നിങ്ങളുടെ തീഷ്ണത. ചോദ്യം 6. നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചതിന് ഞങ്ങൾ അപമാനിതരാകും. എപ്പോൾ? ഉത്തരം: പൗലോസ്ലീഹായോടു കൂടി മക്കെദോനിയക്കാർ ആരെങ്കിലും വരികയും കോറിന്തോസിലുള്ളവരെ ഒരുക്കമില്ലാത്തവരായി കാണുകയും ചെയ്താൽ. ചോദ്യം 7. കോറിന്തോസുകാർ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന മുൻകൂട്ടി സജ്ജമാക്കാൻ സഹോദരന്മാരെ പ്രേരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: സംഭാവന അപ്പസ്തോലന്മാരുടെ നിർബന്ധം മൂലമല്ല, കോറിന്തോസുകാരുടെ സന്മനസ്സുകൊണ്ടാണ് ശേഖരിച്ചതെന്ന് വ്യക്തമാകാൻ. ചോദ്യം 8. എന്താണ് സത്യമെന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ചോദ്യം 9. ഓരോരുത്തരും എങ്ങനെ പ്രവർത്തിക്കണം എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: സ്വന്തം തീരുമാനമനുസരിച്ച്. ചോദ്യം 10. ഓരോരുത്തരും എങ്ങനെ പ്രവർത്തിക്കരുത് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ. ചോദ്യം 11. ആരെയാണ് ദൈവം സ്നേഹിക്കുന്നത്? ഉത്തരം: സന്തോഷപൂർവ്വം നൽകുന്നവനെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചോദ്യം 12. എല്ലാ അനുഗ്രഹങ്ങളും നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. എന്തിനെല്ലാം? ഉത്തരം: ആവശ്യമുള്ളതെല്ലാം സമൃദ്ധമായി സദാ ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട അനുഗ്രഹങ്ങൾ. ചോദ്യം 13. എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: അവൻ വാരി വിതറി, അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ചോദ്യം 14. വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുമെന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരും, അതിനെ വർദ്ധിപ്പിക്കും, നീതിയുടെ വിളവ് സമൃദ്ധമാക്കും. ചോദ്യം 15. ദൈവം നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കും. എന്തിന്? ഉത്തരം: നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന്. ചോദ്യം 16. അപ്പസ്തോലന്മാരിലൂടെ ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രമായി മാറുന്നതെന്ത്? ഉത്തരം: ഉദാരശീലം. ചോദ്യം 17. സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ എന്തെല്ലാമാണ് ചെയ്യുന്നത്? ഉത്തരം: വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു, ദൈവത്തിന് അർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴുകുന്നു. ചോദ്യം 18. കോറിന്തോസുകാരുടെ വിധേയത്വം എന്തിലാണ്? ഉത്തരം: ക്രിസ്തുവിൻ്റെ സുവിശേഷം ശിരസാ വഹിക്കുന്നതിൽ. ചോദ്യം 19. കോറിന്തോസുകാരുടെ ഔദാര്യം എന്തിലാണ്? ഉത്തരം: എല്ലാവരോടുമുള്ള കൂട്ടായ്മയിൽ. ചോദ്യം 20. നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റി ബോധ്യപ്പെടുന്നവർ എന്തു ചെയ്യും? ഉത്തരം: ദൈവത്തെ സ്തുതിക്കും. ചോദ്യം 21. അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്തുകൊണ്ട്? ഉത്തരം: നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം. ചോദ്യം 22. അവർണ്ണനീയമായ ഈ ദാനത്തിന് എന്താണ് പറയേണ്ടത്? ഉത്തരം: ദൈവത്തിന് സ്തുതി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത ഓരോരുത്തർക്കും നന്ദിയും സ്നേഹവും കടപ്പാടും സന്തോഷവും അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.